ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വർഷം 1985. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൺ. ജൈവ വൈവിധ്യ ദശകമായി ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ച കാലഘട്ടം ഏതാണ്? 2011 മുതൽ 2020 വരെയുള്ള കാലഘട്ടം. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴ ഏത്? ചാലക്കുടി പുഴ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമം ഏത്? ഉടുമ്പന്നൂർ. കേരളത്തിൽ നിന്നുള്ള പശ്ചിമഘട്ടത്തിലെ എത്ര കേന്ദ്രങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ ഉള്ളത്? 19 കേന്ദ്രങ്ങൾ. സിംഹവാലൻ കുരങ്ങുകൾ കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് ഏത്? സൈലന്റ് വാലി നാഷണൽ പാർക്ക്, പാലക്കാട് ജില്ല. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി ജില്ല. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാട് ഏത്? സൈലന്റ് വാലി. ഇടുക്കിയിലെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? വരയാട്. ബ്രഹ്മഗിരിയിൽ തിരുനെല്ലിക്ക് സമീപമുള്ള പ്രശസ്തമായ പക്ഷി സങ്കേതം ഏത്? പക്ഷിപാതാളം. കേരളത്തിൽ ഏറ്റവും അധികം മലകളും കുന്നുകളും ഉള്ള ജില്ല ഏത്? ഇടുക്കി ജില്ല. മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ ജില്ല. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏത്? ആമസോൺ കാടുകൾ, തെക്കേ അമേരിക്ക. ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ആയി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം ഏത്? പശ്ചിമഘട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ടു കായൽ. ഒരു പ്രത്യേക സസ്യത്തിൻ്റെ മാത്രം സംരക്ഷണത്തിനായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ഏത്? കുറിഞ്ഞിമല, നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം. ഏത് വർഷമാണ് റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവ വൈവിധ്യ കൺവെൻഷൻ നടന്നത്?
1992. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മലനിരയേത്? അഗസ്ത്യാർ മലകൾ. സംരക്ഷിത വനഭൂമി ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ ജില്ല. കേരളത്തിൽ ആകെ എത്ര കായലുകൾ ആണുള്ളത്? 34 കായലുകൾ. ജൈവ വൈവിധ്യം എത്ര തരത്തിലുണ്ട്? ഏതൊക്കെ? 2 തരം. 1 ഇൻസിറ്റു കൺസർവേഷൻ, 2 എക്സിറ്റു കൺസർവേഷൻ. 2024 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ തീം എന്താണ്? പദ്ധതിയുടെ ഭാഗമാകൂ എന്നതാണ് 2024 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ തീം. 2023 ജൈവ വൈവിധ്യ ദിന പ്രമേയം എന്താണ്? കരാറിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് ജൈവ വൈവിധ്യം വീണ്ടെടുക്കുക എന്നതാണ് 2023 ജൈവ വൈവിധ്യ ദിന പ്രമേയം.